ഇത് അയലയല്ല, കരിമീനുമല്ല, ഇത് സിലോപ്പി പൊള്ളിച്ചത്, അല്ലെങ്കിൽ പിലോപ്പി, ഇഷ്ടമുള്ള പേര് വിളിക്കാം. സിലോപ്പിന്നോ പിലോപ്പിന്നോ എന്ത് വേണമെങ്കിലും. ഈ ചെറിയ ഈ മസാല എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അവിടെ വെക്കാം. അതവിടെ ഇരുന്ന് നന്നായിട്ട് അത്രയും മസാലയെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടി പാന് എന്തെങ്കിലും ഒരു തടുപ്പ് വെക്കുക. അത് എണ്ണ ഒഴിക്കുക, ഒരു കരിവേപ്പില ഇടുക. ഒരു സൈഡ് നന്നായിട്ട് വേകണം. അതിന് തീ കുറച്ചിടുക. കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിടുക. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഒരു ഇങ്ങോട്ട് മറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അത് ഫോൺ കയ്യിലുള്ളതുകൊണ്ട്. അപ്പുറത്തൊരു ചട്ടി വെക്കുക. അതിൻ്റെ അകത്ത് കുറച്ച് കടുക് ഇടുക. സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടെ ചതച്ചാണ്. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഈ സവാള അങ്ങോട്ട് ഇടുക. കുറച്ച് ഉപ്പും കൂടി ഇടുക. നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ തക്കാളിയും കൂടെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇടണം. എന്നിട്ട് മൂടി വെച്ച് കുറച്ച് നേരം അത് വേകണം. എന്നിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് തക്കാളിയും ഇട്ടിട്ട് നന്നായിട്ട് കൊത്ത് നന്നായിട്ട് വേകട്ടെ. അത് നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കഴിയുമ്പോഴത്തേന് തേങ്ങാപ്പാൽ ഒഴിക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ച് കുറുങ്ങി വരുമ്പോൾ ഒരു വാഴയില വെട്ടാൻ പോകണം. വാഴയിലേക്ക് അതോട്ട് കുറച്ച് ഈ ഗ്രേവി എല്ലാം കൂടെ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് ആ മീനും എടുത്ത് വെക്കുക. അതിൻ്റെ മണ്ടയിലോട്ട് ആ ഗ്രേവിയും കൂടെ തേക്കുക. പൊതിയുക, ചുടുക, പൊള്ളിക്കുക. ഒരു പാൻ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് വെച്ച് എണ്ണയൊന്നും ഇങ്ങനെ ചുമ്മാ ചൂടുക. ആവി വരുന്നുണ്ട്. അതാണ് വെന്തേൻ്റെ ഒരു സിഗ്നൽ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇന്ന മണമാണെന്നറിയോ തുറക്കുമ്പോൾ ആ വാഴയിലയുടെ മണം. നല്ല ടേസ്റ്റ് അതിൻ്റെ ഗ്രേവിക്ക്. ഒരു പ്രാവശ്യം കഴിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ ആ ഗ്രേവിക്ക് എന്നാ ടേസ്റ്റ് എന്ന്. ചോറിനേക്കാളും നല്ല ചപ്പാത്തിയോ പൊറോട്ടയോ ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. സിലോപ്പിയാന്ന് പറയില്ല. സിലോപ്പിക്ക് ടേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല.